നമസ്കാരം. ന്യൂസ് ലോബി ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസ് എല്ലാവർക്കും അറിയാമല്ലോ. ആ കേസിലിപ്പോൾ ഒരു വഴിത്തിരിവ്. മറ്റൊന്നുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ എന്ന പാലക്കാട്ടുകാരന് അയാൾക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിന് അല്ലെങ്കിൽ ഒരു ചാറ്റ് പുറത്തുവിട്ടതിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. മിക്കവാറും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ പോസ്റ്റ് അതിജീവിതയെ അധിക്ഷേപിക്കുന്നു എന്നാണ് പറയുന്നത്. അതിജീവിതകളെ അധിക്ഷേപിക്കുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകളും നൂറുകണക്കിന് കമൻറ്റുകളും വക്കീലന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരാമർശങ്ങളുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാം. പക്ഷേ ഇതിനകത്ത് മൂന്നാമത്തെ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇലക്ഷൻ അടുത്ത് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശുദ്ധ പോക്രിത്തരം എന്ന് തന്നെ പറയാനേ പറ്റും. ഒരിക്കലും അയാൾ നല്ലത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഫെനി നൈനാൻ്റെ പോസ്റ്റ് ഒന്ന് വായിക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, ഗർഭചിത്രം നടത്തി 3 മണിക്കൂറോളം പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ആ അതിജീവിത, ആ വാക്കുപയോഗിക്കാൻ സത്യത്തിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ളവരാണോ അതിജീവിത എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവർക്കെതിരെ ഈ ഫെനി നൈനാൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് ഇതാണ്. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീയെപ്പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ടെന്നും അവർക്ക് രാഹുലുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തു. എനിക്കങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്. 5000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവർ എടുത്ത 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ആക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്തമംഗലം അജിത് സാറിനും അദ്ദേഹത്തിൻ്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട്. അവരത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. ഇതിലെ സത്യമറിയാവുന്ന ഞാൻ അത് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ വാർത്തകളല്ല. അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ MLA ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതിയിൽ. കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല എന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്ന ഗൗരവമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ. അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതൊന്നുമല്ലല്ലോ. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ? ധാർമ്മികമായി രാഹുൽ MLA തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. കല്ലെറിയുന്നവർ കല്ലെറിയൂ. ഇമോഷണൽ കഥകൾ മെനയുന്നവർ അത് ചെയ്യൂ. PR കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ. പക്ഷേ ഇവിടെ കോടതിയുണ്ട്. സത്യം ഇവിടെ തെളിയും. ഇന്ന് അയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് പറയണം. ഇങ്ങനെയൊക്കെയാണ് ഈ ഫെനി നൈനാൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്.
പക്ഷേ ഇപ്പോൾ ഈ ഫെനി നൈനാനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിജീവിത അയച്ച ചില ചാറ്റുകൾ, അതായത് ഒരു ഹോട്ടൽ റൂം എടുക്കണം, നൈറ്റ് ആയാലും കുഴപ്പമില്ല, ഞാനും അയാളും മാത്രമേ കാണാവൂ, അങ്ങനെയൊക്കെയുള്ള ഒരു ചാറ്റാണ്. ഈ ചാറ്റ് എന്താണെങ്കിലും ഈ ഫെനി നൈനാൻ അത് പരസ്യപ്പെടുത്തപ്പോൾ ഇതുവരെയും ഈ അതിജീവിത എന്ന് വിളിക്കുന്ന സ്ത്രീയുടെ മൊഴി പോലും എടുക്കാൻ പോലീസിന് പറ്റാതിരുന്ന സാഹചര്യത്തിൽ പോലീസ് കോടതിയിൽ വെള്ളം കുടിക്കും എന്ന നില വന്നപ്പോൾ, എന്നാൽ ഫെനി നൈനാൻ അകത്ത് കിടക്കട്ടെ എന്നൊരു രീതിയിൽ സ്ത്രീയെ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് വെള്ളരിക്കാപ്പട്ടണമൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോഴോ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോഴോ അതിനെ അതിൻ്റേതായ രീതിയിൽ പരിഗണിക്കാതെ കേസുമായി പോകുന്ന പ്രവണത ഈ സർക്കാരിൻ്റെ കാലത്ത് കുറേ നാളുകളായി തുടങ്ങിയതാണ്. ആരെന്തു പറഞ്ഞാലും കേസാണ്. അവരെ ഇല്ലാതാക്കാൻ അപ്പോൾ തന്നെ കേസ് ചാർജ് ചെയ്യും, അറസ്റ്റ് ചെയ്യും, അവരെ കൊണ്ടുപോകും. എൻ്റെ ഒരു ശത്രുവൊന്നുമല്ല, പക്ഷേ എൻ്റെ ഒരു എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ ചർച്ചയിലൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നയാൾ. ഈ രാഹുൽ ഈശ്വരൻ അയാളുടെ വാദങ്ങളോട് ഒരിക്കലും ഒരു രീതിയിലും താല്പര്യമുള്ളയാളോ അല്ലെങ്കിൽ ആ വാദങ്ങളെ ശരിയായ രീതിയിൽ അയാൾ വാദങ്ങൾ നിരത്തുന്ന ആളുകളോ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. PR വർക്കുകളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്യുന്നതെന്നും അറിയാം. ഇപ്പോൾ എയറിലാണ്. ശബരിമല അയ്യപ്പൻ്റെ കാര്യത്തിൽ താഴമൺ തന്ത്രി ഒക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ എയറിലാണ് പുള്ളി. ഈ രാഹുൽ ഈശ്വറിനെ പോലും ജയിലിൽ കൊണ്ടുപോയത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിച്ചു. മീൻസ് അയാളുടെ ചിത്രങ്ങളൊക്കെ വെച്ച് അയാളുടെ വാർത്തകൾ ഇങ്ങനെ ഒരു ലാപ്ടോപ്പൊക്കെ വെച്ച് കാണിച്ചു കൊടുത്ത് രാഹുലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതിനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊന്നുമല്ല കാര്യങ്ങൾ. അതിനകത്ത് അതിജീവിതയെ പരാമർശിക്കുകയോ അതിജീവിതയ്ക്ക് വൃത്തികേടായി എന്തെങ്കിലും അയാൾ പറയുകയായിട്ടൊന്നും എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. പക്ഷേ അതിനാണ് കേസെടുത്തതും 10-16 ദിവസം അയാൾ അകത്ത് കിടന്നതും. എന്തായാലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത് വെള്ളരിക്കാപ്പട്ടണത്തെക്കാളും കഷ്ടമാണ്. ഈ ഫെനി നൈനാൻ പുറത്തുവിട്ടു എന്ന് പറയുന്ന ചാറ്റ് ഞാനും കണ്ടതാണ്. ആ ചാറ്റ് കണ്ടാൽ ആരെയാണ് പീഡിപ്പിച്ചത്, ഏത് രീതിയിലാണ് ആ പീഡനം വന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പൊതുജനത്തിന് മനസ്സിലാവും. ഇതിനോട് കൂട്ടി വായിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ വീണ്ടും മറ്റു ചില കേസുകളിലുണ്ട്. അത് പിന്നാലെ ഞാൻ പറയും. ഇത് ശുദ്ധ അസംബന്ധമല്ലാതെ മറ്റൊരു കാര്യങ്ങളുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വാർത്താ ചാനലുകൾക്കൊക്കെ വാർത്ത കൊടുക്കാൻ ഇഷ്ടം പോലെ വാർത്തകൾ വലിയ വായിൽ അവിടെയും ഇവിടെയും 10-14 ലേഖകന്മാരെയൊക്കെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമൊക്കെ വാദിച്ചതാണ്. അത് കോടതിയല്ല, ഈ പറയുന്ന മാധ്യമങ്ങൾ. അവർക്ക് വേണ്ടത് വാർത്തയാണ്, ചൂടുള്ള വാർത്തകൾ. ഇന്ന് കേരളത്തിലെ മിക്കവാറുമുള്ള ഏത് മാധ്യമം എടുത്തു നോക്കിയാലും ഒരു ബലാത്സംഗ കേസെങ്കിലും പരാമർശിക്കാത്ത ഒരു വാർത്തകൾ പോലുമില്ല. ഇവിടെ മെയിൻ അതാണ്. ലോകം മുഴുവനും നമ്മളെടുത്തു നോക്കിയാൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കുറേയധികം വിദേശ രാജ്യങ്ങൾ 18 വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ഇവിടെയൊക്കെയുള്ള ഈ രാജ്യങ്ങളിലെയൊക്കെയുള്ള ഈ വാർത്തകളുമൊക്കെ മിക്കവാറും ശ്രദ്ധിക്കാറുള്ള ആളുമാണ്. ഇവിടെയൊക്കെ വാർത്തകൾ കൊടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഉന്നമനം, അവിടുത്തെ ജനങ്ങളുടെ ഉന്നമനം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി, അല്ലെങ്കിൽ ശാസ്ത്രീയമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും, കാർഷികമായ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്ന കാര്യങ്ങൾ, ആ നാടിന് ഗുണം ചെയ്യുന്നത്, ആ നാട്ടിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ. അവിടെയും ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇതുപോലെ കൊട്ടിഘോഷിക്കപ്പെടുകയോ ഇതുപോലെ ആളുകളെ എയറിൽ നിർത്തുകയോ അവൻ്റെ ഭാവി തീർക്കുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അവൻ്റെ ഭാവി തീർക്കുന്ന ഒരു നാട് ലോകത്തിൽ ഒരേ ഒരു നാടേ ഉള്ളൂ. അത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കഷ്ടമാണ്. ഇത് വെറുമൊരു വെള്ളരിക്കാപ്പട്ടണം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. വെള്ളരിക്കാപ്പട്ടണത്തിൽ പോലും ഇതേപോലെയുള്ള പ്രവൃത്തികൾ കാണില്ല എന്ന് അസന്ദിഗ്ധമായി പറയാൻ സാധിക്കും. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തു പറഞ്ഞാലും താണ്ടെ മറ്റൊരു ജഡ്ജിനെ കുറിച്ച് മത്സ്യത്തൊഴിലാളി നേതാവ് പറഞ്ഞപ്പോൾ അത്
നൂറുകണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ വന്നതാണ്. അത് വന്നപ്പോൾ ആ മത്സ്യത്തൊഴിലാളി നേതാവിനെതിരെ ഇന്ന് കേസെടുത്തിരിക്കുന്നു. പ്രതി കോടതിയിൽ വന്നപ്പോൾ ജഡ്ജ് എഴുന്നേറ്റ് നിന്നു എന്നുള്ളൊരു പരാമർശം നടത്തിയെന്നാണ് അയാൾക്കെതിരെയുള്ള കേസ്. അപ്പോൾ ഇത് ഈ നാട്ടിൽ ആർക്കെതിരെയും ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. ന്യൂഡൽഹിയിൽ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നാണല്ലോ കോടിക്കണക്കിന് രൂപ കണ്ടെടുത്തത്. ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു ജഡ്ജിനൊരു കേസുണ്ടായിരുന്നല്ലോ. അവരും മനുഷ്യർ തന്നെയല്ലേ. അപ്പോൾ അവർക്ക് കേസുണ്ടാകുമ്പോൾ ആരും മിണ്ടാതിരിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ പോലീസ് ബഹുകേമന്മാരാണ്, ഒരു സംശയവുമില്ല. കേരളത്തിലെ പോലീസ് കേസ് തെളിയിക്കാൻ വളരെ മിടുക്കന്മാരാണ്, വളരെയധികം ആർജവമുള്ള ആളുകളാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഈ ഭരണപക്ഷത്തിരിക്കുന്ന, ഈ ഭരണചക്രം തിരിക്കുന്ന, അതിലെ PR വർക്കുകൾ നടത്തുന്ന ചില ആളുകളുടെയൊക്കെ സമ്മർദ്ദം മൂലം ഇതുപോലെയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ നാളെ നിങ്ങൾക്കും തല കുനിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് കേരള പോലീസ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇങ്ങനെയൊന്നും അല്ല പോലീസ് പെരുമാറേണ്ടത്. പോലീസ് സേനയ്ക്കുള്ളിൽ അവർക്കും ഒരു സ്വതന്ത്ര ചിന്താഗതി വേണം. ആ ചിന്താഗതി ഇല്ലാത്തടത്തോളം കാലം ഫെനി നൈനാനുമാരെയും ഒക്കെ പിടിച്ചകത്തിടും. ഫേസ്ബുക്കിലെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ടാൽ അപ്പം തന്നെ പിടിച്ചകത്തിടും. അത് ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായും പിടിച്ചകത്തിട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. പാർട്ടി മാറാൻ പോയാലും ശരി, പാർട്ടി കൂറുമാറുന്നതിനും മുന്നണി മാറുന്നതിനൊക്കെ കച്ചകെട്ടി ഇറങ്ങി മൈക്കിന് മുമ്പിൽ വരുമ്പോൾ തിരിച്ചു പറയുന്നത് പോലും കേസിനെ ഭയന്നിട്ടാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്.